കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025ന്റെ 12ാം ദിനത്തിൽ KSFE ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. ഇതുപോലൊരു സ്ഥാപനത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസിക സംഘർഷങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയാൽ ഈ സ്ഥാപനം ഉത്തരോത്തരം ശക്തിപ്പെടട്ടെ എന്നായിരിക്കും പറയുന്നത്. ഇത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ശക്തിപ്പെടട്ടെ എന്ന് പറയുന്നത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ഇത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നോർക്ക റൂട്ട്സിൽ ചുമതല വഹിക്കുമ്പോൾ അവിടെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കും അന്യസംസ്ഥാനത്തുള്ളവർക്കും രോഗം വരികയോ അല്ലെങ്കിൽ അവർ മരണപ്പെടുകയോ ചെയ്താൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരെ ആവശ്യപ്പെടുന്ന ആശുപത്രിയിൽ മരണപ്പെടുന്നവരെ അവരുടെ ഭവനങ്ങളിൽ വിമാനത്താവളത്തിൽ നിന്നും സൗജന്യമായി എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഞാൻ ഇരിക്കുമ്പോൾ ആവിഷ്കരിച്ചത്. ഒരാൾ റാന്നി പെരിനാട്ടുള്ള ഒരാൾ പ്രവാസിയാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊച്ചിയിലോ തിരുവനന്തപുരത്തോ വന്നാൽ ആ റാന്നിയിൽ പോയി ആ വീട്ടിൽ നിന്നൊരാളെ കൂടെ കൂട്ടി വിമാനത്താവളത്തിൽ പോയി ഡെഡ് ബോഡി സ്വീകരിച്ച് തിരികെ വീട്ടിൽ കൊണ്ടാക്കുക എന്നതാണ് ആ പദ്ധതി. പൂർണ്ണമായി സൗജന്യമായ ഒരു പദ്ധതിയാണ്. അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുമായി ചേർന്നാണ് ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. കാശ് IMAയ്ക്ക് ഞങ്ങൾ കൊടുക്കും. IMAയുടെ കയ്യിൽ ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു ലിങ്കുണ്ട്. പക്ഷെ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഈ പദ്ധതി വൻ വിജയമായി തീരട്ടെ? പക്ഷേ അതൊരു വൻ വിജയമാണ് ആ പദ്ധതി. അത് വേറൊരു കാര്യം. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനകം തന്നെ അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വലിയ മത്സരപിടുത്തവും ജാടയും ഒക്കെ കാണിച്ച് ഇതെന്തൊക്കെയോ ജീവിതത്തിൽ നേടി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു 2 ദിവസം നമ്മുടെ തിരുവനന്തപുരം RCCയിൽ പോയി ഒന്ന് നിന്നാൽ മതി. അവർക്ക് മനസ്സിലാവും ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ ചികിത്സ തേടിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഏതൊരാളിനും തൻ്റെ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടാവും. അതേപോലെയാണ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അല്ലെങ്കിൽ രോഗമായി കഴിഞ്ഞാൽ ഉറ്റവരും ഉടയവരും സംരക്ഷിക്കാനില്ലാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ആളുകൾ ലോകത്തെവിടെയുമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലത് കഴിഞ്ഞൊരു 10, 25, 30 വർഷം കൊണ്ടാണ് അത് വലിയ തോതിൽ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ധാരാളം ഇത്തരം കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കേന്ദ്രങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയാനാവില്ല. ഞാൻ നോർക്കയിൽ ചുമതല വഹിച്ചിരുന്നപ്പോഴും KSFEയിൽ വന്നപ്പോഴും
ഇത്തരം കേന്ദ്രങ്ങളിൽ ധാരാളമായി പോയിട്ടുണ്ട്. പ്രവാസികളുടെ മുൻകൈയോടുകൂടി നടക്കുന്ന പല സ്ഥാപനങ്ങളിലും നോർക്കയിൽ ഇരിക്കുമ്പോൾ ഞാൻ പോയി. KSFയിൽ ഞാൻ വന്നതിന് ശേഷം ഈ സ്ഥാപനം ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷം അതിൻ്റെ ലാഭം അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിനും ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണമെന്നത് നിയമപരമായ തന്നെ ഒരു കാര്യമാണ്. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് മുതലാളിമാരും വലിയ സ്ഥാപനങ്ങളുമൊക്കെ എന്തോ ഒരു ഔദാര്യമായിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണെന്ന്. ഔദാര്യമല്ല, കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് അവരുടെ തീരുമാനത്തിനുള്ള ഒരു കാര്യമാണ്. അത് വെച്ചുകൊണ്ട് പലപ്പോഴും പല ഔദാര്യങ്ങളും ഞങ്ങൾ ചെയ്തതാണ് എന്ന് വരുത്താനുള്ള വലിയ ശ്രമങ്ങൾ എപ്പോഴും നടക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇതിൻ്റെ ചുമതല ഏറ്റതിന് ശേഷം ഞാൻ പാലിയേറ്റീവ്, അതുപോലെ തന്നെ ഇതേപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ സ്കൂളുകൾ, ബഡ് സ്കൂളുകൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. അവിടെയെല്ലാം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള എല്ലായിടത്തും ഞാൻ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ KSFയുടെ പേരിൽ സഹായം നൽകിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മണ്ണാർശാലയിലൊരു ഓട്ടിസം സ്കൂളുണ്ട്. ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു സ്കൂളുണ്ട്, വരദനവിടെ ഒന്ന് വരണം, ഒരു ദിവസം ഒന്ന് സന്ദർശിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം വിളിച്ചു ചോദിച്ചു, ഞാനിങ്ങനെ എറണാകുളത്തൊക്കെ പോവാണ്, അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, വീട്ടിലുണ്ട്, ഹരിപ്പാടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹവും കൂടി മണ്ണാർശാലയിൽ പോയി. 160 കുട്ടികളുണ്ട് അവിടെ. അവിടെ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു അടുക്കള ഇല്ല, ഡൈനിങ് ഹാളില്ല, ഓഫീസ് മന്ദിരമില്ല. അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിച്ചു കൊടുത്തത് യൂസഫ് അലിയ, കെട്ടിടം കെട്ടിക്കൊടുത്തത് ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിയാണ്. ബാക്കി കുറച്ചേറെ കാര്യങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു, ചെയ്തു കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. സന്തോഷത്തോടെ എനിക്ക് അത് ചെയ്യാനായി. അതിൻ്റെ ഉദ്ഘാടനത്തിനും ഞാൻ പോവുകയുണ്ടായി. അടുത്ത കാലത്ത് താമരശ്ശേരിയിലുള്ള ഒരു അതിരൂപതയുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂള്, 2 കന്യാസ്ത്രീകളാണ് ഒരു ദിവസം KSFയിൽ വരുന്നത്, അവർക്ക് ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഞാൻ ഇത്തരം ദീർഘമായി പറയുകയല്ല, ഇങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ടായപ്പോൾ അത് മറ്റൊന്നിനും വേണ്ടി ഒരൊറ്റ പൈസ പോലും ഇത്തരം കാര്യങ്ങൾക്കല്ലാതെ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കല്ലാതെ ചെലവാക്കാൻ പാടില്ല എന്ന കൃത്യമായ നിഷ്കർഷയോടുകൂടിയാണ് ഇത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ചില പിന്നോക്കം നിൽക്കുന്ന ചില സ്കൂളുകൾക്കൊക്കെ സഹായം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം മട്ടന്നൂരിലുള്ള ഒരു UP സ്കൂൾ, 7ാം ക്ലാസ് വരെ ഉള്ള സ്കൂളാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ അതിശയം തോന്നും, 1053 കുട്ടികളാണ് ആ UP സ്കൂളിൽ പഠിക്കുന്നത്. ഇവിടെ ഹൈസ്കൂളിൽ എല്ലാം കൂടെ എടുത്താൽ 500 പേര് കുട്ടികൾ പോലും ഇല്ല. ആ സ്കൂളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന മട്ടന്നൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. 1050 കുട്ടികൾ പഠിക്കുകയാണ് അവിടെ. അവർക്കൊരു ലൈബ്രറി ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു, കൊടുത്തു. ആ വർഷത്തെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും നല്ല ലൈബ്രറി പ്രവർത്തനത്തിനുള്ള അവാർഡും ആ കുട്ടിക്ക് കിട്ടി. ഇപ്പം 42 ലാപ്ടോപ്പും ഒരു ലാബും ഒരു ചെറിയ കോൺഫറൻസ് ഹാളും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടക്കുകയുണ്ടായി. അപ്പോൾ അത് ആ നിലയിൽ നമുക്ക് ഇടപെടാനാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ അതിൻ്റെ പ്രയോജനം നാട്ടിൽ
ധാരാളം പേർക്ക് ലഭിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാനൊരു ഈശ്വരവിശ്വാസിയൊന്നുമല്ല. ക്ഷേത്രങ്ങളിൽ പോവുകയോ പൂജിക്കുകയോ അമ്പലത്തിൽ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വീടിനടുത്താണ് ശബരിമല. എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്താണ്. ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല അവിടെ. അതും എൻ്റെ ഒരു ചിന്തയുടെ ഭാഗമാണ്. പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവുന്നതിനൊരു അവസരം നമുക്ക് ലഭിച്ചത് വേണമെങ്കിൽ അതൊരു ഈശ്വരേച്ഛയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നിയോഗം നമുക്ക് കിട്ടുക, ആ നിലയിൽ നമുക്ക് പ്രവർത്തിക്കാനാവുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായും ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഈ കൊല്ലത്തുകാരനായ എനിക്ക് കഴിഞ്ഞ 16 കൊല്ലമില്ലേ 16 എത്ര കൊല്ലമായി 5 കൊല്ലമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം, എൻ്റെ ഒരു ബന്ധു ഇതിൻ്റെ അടുത്ത് താമസമുണ്ട്. അവിടെയും ഞാൻ വന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മനസ്സിലാക്കാനായില്ല എന്നത് എൻ്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് ഇദ്ദേഹം വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ തന്നെ ചെയർമാനായിട്ടുള്ള ഒരു പാലിയേറ്റീവ്സ് പ്രവർത്തനം കൊല്ലത്ത് നടത്തുന്നുണ്ട്. നേരത്തെ EK നായനാരുടെ പേരിലുള്ള ഒരു പാലിയേറ്റീവ് സെൻ്ററിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഞാനും കൊല്ലത്തെ MLAയും കൂടി ചേർന്ന് O മാധവൻ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ ജില്ലാ ആശുപത്രിയിലും വിക്ടോറിയ ആശുപത്രിയിലും വൈകുന്നേരം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഞ്ഞി കൊടുക്കുക, അതുപോലെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരെ പരിചരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 8-9 മാസമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഈ കല്ലുവാതുക്കലിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയാതെ പോയി എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേവലമായൊരു പൊതുപ്രവർത്തനത്തിൻ്റെ മാത്രമല്ല, ഇത്തരം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പല സഹായങ്ങളും KSF മുഖാന്തരമല്ലാതെ ചെയ്യാൻ എനിക്ക് ആകുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഞാൻ നോർക്കയിൽ ചുമതല വഹിച്ചിരുന്ന സമയത്ത്. അന്ന് എനിക്കറിയാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും ഈ സ്ഥാപനം പിന്നെയും നാട്ടിൽ വരുന്നതാണ്. അതെ, പക്ഷേ മാതൃകാപരമായി ഇവിടെ എത്തുന്ന ഏത് അമ്മയ്ക്കും അച്ഛനും ഏത് സഹോദരനും സഹോദരിക്കും പൂർണ്ണമായ സംരക്ഷണവും സുരക്ഷിതത്വവും ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവർക്ക് ജീവിക്കാനും ഈ ലോകത്തോട് വിട പറയാനും ഒക്കെയുള്ള ഒരു അവസരമായി ഈ സ്ഥാപനത്തെ അവർക്ക് ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ KSFയുടെ ആളെന്നുള്ള നിലയിൽ മാത്രമല്ല, എന്നാലാവുന്ന എല്ലാ സഹായവും സഹകരണവും കൂടെ ഈ സ്ഥാപനത്തിൽ വരാനും ഒക്കെ എനിക്ക് കഴിയും എന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് എനിക്ക് അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ നന്ദി, കൃതജ്ഞത ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട്, ഇത്തരം പരിപാടിക്ക് ഒരു ഉദ്ഘാടനമൊന്നും ആവശ്യമില്ല, നമുക്കെല്ലാവരും കൂടി ചേർന്ന് ഇത് ഉദ്ഘാടനം ചെയ്തതായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമുദ്ര സാംസ്കാരിക കേന്ദ്രം കൺവീനർ RM ഷിബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 11 ദിവസമായി നിരവധി പരിപാടികളാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി 12ാമത്തെ ദിവസം ഉള്ള ഇന്നത്തെ ഈ അന്തരീക്ഷം നമുക്ക് ഏറെ അഭിമാനത്തോടു കൂടി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ
ഏറെ മേഖലകളിൽ പ്രശസ്തി നേടിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ കെ വരദരാജൻ, ഞങ്ങൾ വരദ സഖാവ് എന്ന് വിളിക്കും, KSFയുടെ ചെയർമാൻ, നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തെ വളരെ ചിട്ടയോടുകൂടി തന്നെ മുന്നോട്ട് പോയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ള വരദ സഖാവ് ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. ഇന്ന് അവിട്ടമാണ്. എല്ലാവരും വീട്ടിലെ തിരുവോണ ആഘോഷവും കഴിഞ്ഞിട്ട് ബന്ധുവീടുകളിലേക്ക് പോവുകയും ബന്ധുക്കൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരികയും ചെയ്യുന്ന ഏറെ തിരക്കുള്ള ഓണ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവിട്ടം. നാളെ ആകുമ്പോഴേക്കും ചതയമായി സമുദായ അംഗങ്ങൾ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാവും. പിന്നീട് അടുത്ത ദിവസം മുതൽ വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായും എല്ലാവരും അവരുടേതായ തിരക്കുകളിലേക്ക് മാറും. തിരുവോണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിട്ടത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ആ ദിവസത്തിൽ ഇവിടെ കൂടുവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഇന്നലെയും ഒരു 1.5 മണിക്കൂർ തിരുവോണത്തിൻ്റെ തിരക്കുകളെല്ലാം ഉള്ളപ്പോൾ എൻ്റെ നാട്ടിൽ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ മുഖ്യ സംഘാടകനായി നിൽക്കുന്ന ഞാൻ 1.5 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അച്ഛനമ്മമാർക്കൊപ്പം ഇവിടുത്തെ കസേരകളിലും മിഠായി വർക്കലിലും ഒക്കെ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെയും ഓടിയെത്താൻ കഴിഞ്ഞു. ഇവിടെ നിന്നും ഒരു 10-30 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോട്ടാത്തലയിലാണ് താമസിക്കുന്നത്. എന്നാൽ പോലും ഇവിടേക്ക് ഇത്തരം അവസരങ്ങളെല്ലാം ഓടിയെത്താൻ കഴിയുന്നത് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തികച്ചും മാതൃകാപരമാണ് എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ്. 5 വർഷം തികയാൻ പോവുകയാണ്. നവംബർ മാസം ആകുമ്പോഴേക്കും ഈ സമുദ്രതീരം പ്രവർത്തനം തുടങ്ങിയിട്ട് 5 വർഷം തികയുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ സാമൂഹ്യനീതി വകുപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രതീരമാണ് ഈ ജില്ലയിലെ ഏറ്റവും മാതൃകാപരമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു അഭയകേന്ദ്രമെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വെറും വാക്കല്ല. പുറമേ നിന്ന് നോക്കിക്കാണുന്ന മുഴുവൻ പേരും ഞാൻ കേരള കൗമുദി പത്രത്തിൻ്റെ കൊല്ലം ബ്യൂറോയിലെ റിപ്പോർട്ടറാണ്. സ്വാഭാവികമായും എല്ലാ അഭയകേന്ദ്രങ്ങളുമായും സാമൂഹ്യ സംഘടനകളുമായും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാൾ എന്ന നിലയിൽ ഇതിനെയൊക്കെ വീക്ഷിക്കുമ്പോൾ ഇവിടെ ഓടിയെത്താൻ തോന്നുന്നത് തന്നെ ഇവിടുത്തെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ആ മികവ് കൊണ്ട് തന്നെയാണ്. റൂവൽ സിംഗ് മറ്റൊരു അഭയകേന്ദ്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അവിടെ പ്രവർത്തിക്കുമ്പോഴാണ് കുറച്ചുകൂടി സുതാര്യമായി അച്ഛനമ്മമാർക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിട്ടണം, ലാഭേച്ഛയില്ലാതെ അവരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ചിന്തയാണ് ഒരുപക്ഷെ ഇത്തരമൊരു സമുദ്രതീരം എന്നുള്ള വയോജന കേന്ദ്രം തുടങ്ങുന്നതിന് അദ്ദേഹത്തിന് പ്രേരണയായത്. കല്ലുവാതക്ക ഗ്രാമപഞ്ചായത്തിൽ നിന്നും പണ്ടെങ്ങവും ലഭിച്ച ഒരു വീട്, ആ വീടാണ് ഈ കുടുംബ വീട്. ആ കുടുംബ വീടാണ് ഒരു അഭയകേന്ദ്രമായി റൂവൽ സിംഗ് മാറ്റിയെടുത്തത്. 42 പേര് ഇപ്പോൾ ഇവിടെ താമസിച്ചു വരുന്നു. 42 മാത്രമായിരുന്നില്ല അപേക്ഷകരുടെ എണ്ണം. 300-ലധികം അപേക്ഷകൾ ഇവിടേക്ക് റൂവൽ സിംഗിൻ്റെ അടുത്ത് എത്തി. എൻ്റെ അച്ഛനെ സംരക്ഷിക്കണം, അമ്മയെ സംരക്ഷിക്കണം, അപ്പൂപ്പനെ സംരക്ഷിക്കണം, അമ്മൂമ്മയെ സംരക്ഷിക്കണം തുടങ്ങി യാതൊരു നാണക്കേടുമില്ലാതെ അപേക്ഷ കൊടുക്കുവാൻ തയ്യാറായ മക്കളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ സമുദ്രതീരവും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് 1300-ലധികം അഭയകേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1.25 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെയൊക്കെയായി പാർക്കുന്നത്, അന്തേവാസികളായി അവിടെ ജീവിക്കുന്നത്. ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നത് വലിയ ഒരു കടമ തന്നെയാണ്, ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. സ്വമനസ്സുകളുടെ സഹായമില്ലാതെ ഇതൊന്നും നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുമില്ല. റൂവൽ സിംഗിനെ സംബന്ധിച്ച് അതിനുള്ള ശേഷി ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. ഏറ്റവും താഴ്ന്ന ഒരു കുടുംബത്തിലെ ഈ പ്രദേശം മുഴുവൻ പാറ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. പാറയിൽ ഭാഗം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് കശുവണ്ടി തൊഴിലാളിയായ അമ്മയുടെ മകനാണ് റൂവൽ സിംഗും ചേട്ടൻ മാൻസിംഗും. അച്ഛൻ ഇവരുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഉപേക്ഷിച്ച് പോയി. നന്നായി കഷ്ടപ്പെട്ട അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്തിട്ട് വൈകിട്ട് വന്നിട്ട് ഒരു ചുറ്റികയുമായി ഈ പാറമടയിൽ പോയി മെറ്റലടിക്കാൻ പോകുമ്പോൾ അമ്മയ്ക്കൊപ്പം പോയി മെറ്റലടിച്ച് തുടങ്ങിയ റൂവൽ സിംഗ് പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മറുനാടുകളിലേക്ക് യാത്ര തിരിച്ച് ഒക്കാവുന്ന ജോലികൾ മുഴുവൻ ചെയ്തു. ആ ജോലികളെല്ലാം ചെയ്തിട്ടും
സാമ്പത്തികമായി മെച്ചമൊന്നുമില്ലാതെ നാട്ടിലേക്ക് തിരികെ എത്തിയിട്ട് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറായി ഫാം നടത്തി ഒട്ടനവധിയായ ജോലികൾ ചെയ്തിട്ടും ഒന്നും മിച്ചമുണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് തിരിഞ്ഞു. അത് മിച്ചമുണ്ടാക്കി. ഇപ്പോൾ ഈ ഓണത്തിന് ഒരു 10-30 വീടുകളുടെ താക്കോൽ കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചിങ്ങമാസത്തിൽ താക്കോൽ കൈമാറുവാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത്രയും വീടുകൾ കൊടുക്കുമ്പോൾ അതിനൊക്കെ നല്ല ലാഭമുണ്ട്. ആ ലാഭം ലഭിക്കുന്ന തുക മുഴുവൻ എങ്ങനെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു അഭയകേന്ദ്രം ഇപ്പോൾ നടന്നു പോകുന്നത്. അദ്ദേഹം അമ്മൂമ്മയ്ക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് വർഷങ്ങളായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്നുകൊണ്ട് ഒരു നേത്രചികിത്സാ ക്യാമ്പ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച സംഘടിപ്പിച്ചു വരികയാണ്. തൊട്ടടുത്ത് കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിൽ 4 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ 700 മുതൽ 1200 വരെ ആളുകൾ എല്ലാ ക്യാമ്പിലും പങ്കെടുക്കുകയാണ്. അവരെ തിരുനെൽവേലിയിൽ കൊണ്ടുപോയി വേണ്ടുന്നവർ ശസ്ത്രക്രിയ നടത്തി തിരികെ ഇവിടെ കൊണ്ടുവരുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകളും റുവൽ സിംഗിൻ്റെ വകയാണ്. പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് അവിടെ ആരെത്തിയാലും ആ അലമാര തുറന്നിട്ട് അവർക്ക് ആവശ്യമുള്ള വസ്ത്രം, രക്തത്തിൽ കുടിച്ചു വരുന്നവരായിരിക്കും പലരും, അവർക്ക് ആവശ്യമുള്ള വസ്ത്രം സൗജന്യമായി എടുക്കുവാൻ കഴിയും. ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. ഒരു ആംബുലൻസ് തേരാപ്പാര ഓടുന്നത് 1 രൂപ പോലും പെട്രോൾ അടിക്കാൻ പോലും വാങ്ങാതെയാണ്. അങ്ങനെ തുടങ്ങി ഒട്ടനവധിയായ പെൺമക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കാനുള്ള സംവിധാനമുണ്ടാക്കി. വിദ്യാഭ്യാസം ചെയ്യാൻ മാർഗമില്ലാത്ത ഒട്ടനവധിയായ കുട്ടികളെ പഠിപ്പിക്കാൻ സംവിധാനമുണ്ടാക്കി. തൊട്ടടുത്ത ഒരു UP സ്കൂളിൽ ഒരു കെട്ടിടം തന്നെ നിർമ്മിച്ചു നൽകി. ആ നിലയിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഒട്ടനവധിയായ നീണ്ടു പോകുമ്പോഴും ഒരു അഭയകേന്ദ്രം തുടങ്ങുക എന്നത് യാദൃച്ഛികമായി വന്നുപെട്ട ഒരു നിയോഗമാണ്. അതിനെ മാതൃകാപരമായി നടത്തുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്. ഇപ്പോൾ 42 പേര് ഇവിടെ ഉണ്ട്. അതിലൊരാൾ റിട്ടയർഡ് പ്രഥമാധ്യാപിക ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏവർക്കും ഇത്തരം അവസ്ഥ എപ്പോൾ വേണമെങ്കിലും വന്നു ചേരാം എന്നതിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇവിടെ ഉള്ളവർക്ക് അതിൽ 21 പേർക്ക് ഈ പേരൂർക്കടയിൽ മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരെ കൊണ്ടുപോകുന്നതിന് കൃത്യമായൊരു വാഹനത്തിൻ്റെ കുറവ് നമുക്ക് വലിയ പാടായി നിലനിൽക്കുകയാണ്. പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് 5 നിലയ്ക്കാണ് വിഭാവനം ചെയ്തത്. 2 നില പൂർത്തിയാക്കി. 40 പേരാണ് 2 ലക്ഷം രൂപ വീതം നൽകുവാമെന്ന് വാഗ്ദാനം ചെയ്തത്. അത് 3/4 ആളുകളും ആ 2 ലക്ഷം രൂപ വീതം നൽകിക്കഴിഞ്ഞു. ഇനിയും കുറേ പേര് കൂടി തരാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ കൂടി 21 മുറികളാണെന്ന് തോന്നുന്നു പൂർത്തിയാക്കി 2 നിലയ്ക്കുള്ള കെട്ടിടം പൂർണ്ണമാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സജ്ജമാക്കുകയാണ്. അവിടെ ഒരു ലിഫ്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, കൂടുതൽ പേരും നടക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്, ഒരു ലിഫ്റ്റ് സംവിധാനം വേണം. അതിനാണ് ഇപ്പോൾ ഒരു പ്രയാസകരമായി നിൽക്കുന്നത്. സോളാർ സംവിധാനം വേണം. പിന്നെ കെട്ടിടം മാത്രമേ ആയുള്ളൂ. ഒരു 100 കിടക്കകൾ അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. 100 കിടക്കകളില്ലാതെ അത് പ്രവർത്തനം ആരംഭിക്കുവാനേ കഴിയില്ല. അതിനൊക്കെ ഭാരിച്ച ചിലവുകളുണ്ട്. ഓരോ ദിവസവും തട്ടിയും മുട്ടിയും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, നിരവധിയായ കൺസ്ട്രക്ഷൻ വർക്കിൽ കൂടി കിട്ടുന്ന ലാഭം മുഴുവൻ ഇവിടുത്തെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ റുവൽ സിംഗിന് ഇപ്പോൾ സമ്പത്ത് എന്ന് പറയുവാൻ ഈ ഇരിക്കുന്ന 42 അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്നവർ മാത്രമേ ഉള്ളൂ. 1 രൂപ ഇല്ലെന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത അദ്ദേഹം വരുത്തി വച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത ബാങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കി. പലതും ജപ്തി നടപടികളിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഒരു ഓണക്കാലം ഇവിടേക്ക് കടന്നു വന്നത്. ഓണത്തിന് ചിങ്ങമാസം 1-ാം തീയതി കർഷകരെ ആദരിച്ചുകൊണ്ട് വലിയ പരിപാടി സംഘടിപ്പിച്ചു. ഈ 14 ദിവസത്തെ ഓണാഘോഷ പരിപാടികളോട് സംഘടിപ്പിച്ചപ്പോൾ ബഹുമാന്യ NK പ്രേമേന്ദ്ര MP ആണ് ഉദ്ഘാടനം ചെയ്തത്. നിരവധിയായ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇവിടെ വന്നിട്ട് പോയി. കളക്ടർ ഉൾപ്പെടെ വന്ന് ഇവിടെ ഈ സന്തോഷങ്ങളിൽ പങ്കെടുത്തു, ഓണസദ്യകളിൽ പങ്കെടുത്തു. അപ്പോൾ അതിനുമപ്പുറം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നത് ശ്രീ K വരദരാജൻ. അദ്ദേഹം ദീർഘകാലം NGO യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി നിന്നുകൊണ്ട് ഒരുപക്ഷെ മന്ത്രിമാരും IAS ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഈ സംസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിനും അപ്പുറമാണ് ഒരുപക്ഷെ സംഘടനാ നേതാവിന്, ഭരണപക്ഷ സംഘടനാ നേതാവിന് കഴിയുന്നത്. NGO യൂണിയനെ പോലെയുള്ള സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തുറന്നു പറയാൻ പറ്റുന്നില്ല, എന്നാൽ പോലും ഇവർ തന്നെയാണ് ഈ സംസ്ഥാനത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ആ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാൾ ആണ് ശ്രീ K വരദരാജൻ. അദ്ദേഹം ആ പദവി വിട്ടൊഴിഞ്ഞു വന്നപ്പോൾ കൃത്യമായ മറ്റൊരു ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. നോർക്ക റൂട്ട്സിൻ്റെ അമരത്തേക്ക് അദ്ദേഹം നിയോഗിച്ചു.
ആ നിയോഗം ലഭിച്ച സമയത്താണ് ഒരുപക്ഷേ കോവിഡ് എന്ന മഹാമാരി നമുക്കിടയിലേക്ക് വന്നത്. ഈ ലോകം മുഴുവൻ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയിൽ പെട്ട് പ്രവാസ ലോകത്ത് കുടുങ്ങിപ്പോയവരെ മുഴുവൻ ഇവിടേക്ക് എത്തിക്കുന്നതിനും അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ നോർക്ക റൂട്ട്സിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ കെ വരദരാജൻ നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതല്ല, അത് ഏറ്റവും ശ്ലാഘനീയമാണ്. ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറും മുൻ ഇന്ത്യൻ യൂത്ത് ബോക്സിംഗ് കോച്ചുമായ ഡോക്ടർ CV ബിജിലാൽ, ദേശാഭിമാനിയുടെ ലേഖകൻ അഭിലാഷ് M സജി തുടങ്ങിയവർക്ക് KSFE ചെയർമാൻ K വരദരാജൻ സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ, ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്, പ്രത്യേകിച്ച് റൂബൽ സിംഗിനോട്. കാരണം എൻ്റെ കൂടെ ട്രെയിനിയാണ് റൂബൽ സിംഗ്, മാത്രമല്ല എൻ്റെ ഒരു അനുജൻ കൂടെയാണ്. എനിക്കറിയാം ഇവിടെ നടക്കുന്ന കഷ്ടപ്പാടുകൾ, അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്നെല്ലാം വന്നിട്ട് വീട്ടിൽ വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ചില സമയത്ത് ഉള്ളു തുറന്ന് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ചാണ് എപ്പോഴും റൂബൽ സിംഗിനുള്ളത്. അതൊക്കെ ആ താൽക്കാലികമായിട്ടൊരു വിഷമം വരുമെങ്കിലും പിന്നെ അതിനെല്ലാം പിന്നെയും ഞാൻ കേൾക്കുന്നത് പൂർവാധികം ശക്തിയായിട്ട് അതിനെക്കാട്ടി 4 ഇരട്ടി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡാണ് സർവേശ്വരൻ റൂബൽ സിംഗിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. എന്തൊക്കെയോ മിറക്കിൾസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരദരാജൻ സാറിനെ പോലെ ഉള്ള ആൾക്കാർ ഇവിടെ വരികയും അദ്ദേഹത്തെ പോലെ ഉള്ള ആൾക്കാർക്ക് വളരെയധികം കാര്യങ്ങൾ ഇതിനെ ഒന്ന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയും. അതിന് എല്ലാം അദ്ദേഹത്തിന് മനസ്സുണ്ടാകട്ടെ എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലും അത് തന്നെയാണ് ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൂടെ ഞാനൊന്ന് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന്, എനിക്ക് ഒരു ആദരവ് തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇത്തരത്തിൽ ദിവസങ്ങളായി ഇവിടെ ഓണപ്പരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടികൾ നടക്കുകയാണ്. ഇത്തരത്തിൽ അച്ഛനമ്മമാരെ പാർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലും കൂടെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായി സമുദ്രതീരം ഈ 5 വർഷം കൊണ്ട് ആയിത്തീർന്നിട്ടുണ്ട്. മുഴുവൻ ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിനുള്ള സ്നേഹവും നന്ദിയും കൂടെ അറിയിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഓണം പെരുന്നാൾ ആശംസകൾ കൊണ്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സമുദ്രതീരം ചെയർമാൻ റൂബൽ സിംഗ് M, KSFE ചെയർമാൻ K വരദരാജന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരം സമർപ്പിച്ചു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദസ്തകീർ, ഓണോത്സവം 2025 കൺവീനർ പ്ലാക്കാട് ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. ഞാൻ നിരവധി തവണ ഈ സ്ഥാപനത്തിൽ വന്ന് ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാ പ്രാവശ്യവും പറയുന്നത് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ സ്ഥാപനം പട്ടേൽ സാർ പറഞ്ഞതുപോലെ ഉത്തരോത്തരം പുഷ്ടിപ്പെടട്ടെ എന്നല്ല പറയുന്നത്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ നമ്മൾക്ക് വ്യക്തിപരമായി പലയിടത്തും പല സ്വാധീനങ്ങളും ചെലുത്തി സഹായം ഇവിടെ എത്തിക്കാൻ പറ്റും. നമ്മളെ ചെറിയ ചെറിയ സ്വാധീനങ്ങൾ പോലും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഡോക്ടർ ഹുസൈൻ തട്ടാമല മധു ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഹൃദയസ്പർശിയായ വരദരാജ സാറിൻ്റെ പ്രസംഗമൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനും സാറിൽ നിന്നും അങ്ങനെയുള്ള ഒരു നന്മ സാർ അറിയാതെ പോലും കിട്ടിക്കൊണ്ട് ഇന്ന് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അതിനൊരവസരം ആയിരിക്കും എനിക്കിപ്പോൾ കിട്ടിയത്. ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയുണ്ട്, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ്. ദൈവം സത്യം കാണും, വിധി വരാൻ വൈകിപ്പോകുന്നു. 2016 എനിക്കൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വാതിലുകൾ മുട്ടി. ആ ജോലിക്ക് ഞാൻ 100% ക്വാളിഫൈഡ് ആയിരുന്നു. പക്ഷേ ആ ദിവസം, അതായത് ആ സ്ക്രീനിങ് നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിയൊക്കെ ആവും തോന്നുന്നു, ഞാനൊരു ഓഡിറ്റ് ഓഫീസിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ അറിയുന്നു
എൻ്റെ ആപ്ലിക്കേഷൻ മാറ്റിവെച്ചെന്ന്. ഞാൻ 99% പ്രതീക്ഷയിലായിരുന്നു. കാരണം ബാലചന്ദ്രൻ സാർ ഉൾപ്പെടെ എനിക്ക് വേണ്ടി ഒത്താശ ചെയ്തു. കാരണം ഞാൻ ബാലചന്ദ്രൻ സാർ അങ്ങനെ ഒന്നിനും ചെയ്യത്തില്ല. പക്ഷേ ബാലചന്ദ്രൻ സാർ അറിഞ്ഞതൊന്നുമില്ല. പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ മാറ്റിവെച്ചതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ഞാനങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അയൽപ്പക്കത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തോട് ഞാൻ ചെന്നതിൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു, എൻ്റെ അവസ്ഥ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞത്, അജിത്തെ, ഞാൻ വെൻറ്റിലേറ്ററിൽ കിടക്കുക. ഇപ്പം വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന എനിക്ക് ഏതാഹാരം തന്നാലും ഞാൻ കഴിക്കും. നീ എന്നെ ഒന്ന് രക്ഷിക്കണം. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ആരെയോ വിളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പം ആ മാറ്റിവെച്ച ആപ്ലിക്കേഷൻ ഭാഗത്തുനിന്ന് എൻ്റെ മൊബൈലിൽ കോൾ വന്നു, എൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ 2016 അപ്പോൾ അതിന് പിന്നീട് എൻ്റെ അടുത്ത് അജിത്ത് പറഞ്ഞു, ഞാൻ വരദരാജൻ സാറിനെയാണ് വിളിച്ചത്. സാർ അപ്പോഴവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇന്ന കാര്യത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം വരദരാജൻ സാർ ഇങ്ങനെയാണ് പറഞ്ഞത് അജിത്തിനോട്, അജിത്ത് ഫോൺ വയ്ക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് വരദരാജൻ സാർ ചോദിച്ചു, ഈ വ്യക്തിക്ക് എന്താ ഉണ്ട് ക്വാളിഫിക്കേഷൻ? അപ്പോൾ അജിത്ത് പറഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സാണ് ഇപ്പം, ഇനി അദ്ദേഹത്തിന് ഒരു യോഗ്യതയും കാണത്തില്ല, അതുകൊണ്ട് സഖാവ് അതൊന്ന് പരിഗണിക്കണമെന്ന് പറയും. പക്ഷേ വരദരാജൻ സാർ അങ്ങനെ വളരെ കൃത്യമാണെങ്കിൽ അത് പരിഗണിക്കത്തുള്ളൂ. പക്ഷേ അതിന് തോന്നെ സമയമെടുത്തില്ലെന്നുള്ളതാണ്. അത്രത്തോളം എക്സ്പീരിയൻസ് സാറിനുള്ളത് കൊണ്ടാണ് 10 മിനിറ്റ് സമയം കൊണ്ട് അവിടെ നിന്ന് എനിക്ക് കോൾ വന്ന്. ഇപ്പം 9 വർഷമായി ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ചാത്തന്നൂർ PWD റെസ്റ്റ് ഹൗസിലാണ്. ഇതിപ്പോൾ ഒരു നിയോഗമായിട്ട് എനിക്ക് വന്നതാണ്. കാരണം ഞാനിപ്പോൾ ഒരു ക്ലബിൽ ഒരു ഗാനമേളയ്ക്ക് ഒരു ഓൾഡീസ് ഗോൾഡിൻ്റെ ഒരു അവതാരകനായി നിൽക്കേണ്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് പേളസ് ബക്കിനെ കുറിച്ച്. പേളസ് ബക്ക് എന്ന് പറയുന്ന എഴുത്തുകാരി ചൈനയിൽ വന്നപ്പം ചൈന എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ചൈനയെക്കുറിച്ച് പഠിക്കാൻ പേളസ് ബക്ക് അവിടുത്തെ ലൈബ്രറിയിൽ പോയി എടുത്തപ്പോൾ കിട്ടിയ പുസ്തകം ഇതാണ്, ഡിക്കൻസിൻ്റെ ബുക്കാണ്. അപ്പോൾ ഡിക്കൻസിൻ്റെ ബുക്ക് വായിച്ചപ്പോഴാണ് ചൈന എന്താണെന്ന് പേളസ് ബക്കിന്, അമേരിക്കൻ എഴുത്തുകാരിയായ പേളസ് ബക്കിന് മനസ്സിലായത്. അങ്ങനെ പേളസ് ബക്ക് അവസാനം ആ ഡിക്കൻസിനുള്ള തൻ്റെ കടപ്പാട് തീർത്തത് ഒരു പുസ്തകം എഴുതിയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് എ ഡെപ്റ്റ് ടു ഡിക്കൻസ് എന്നാണ്. എ ഡെപ്റ്റ് ടു ഡിക്കൻസ്. ഞാനത് പഠിച്ച പാഠമാണ്. അതൊക്കെ ഞാൻ ഇന്ന് ഓർത്തു. അപ്പം ഞാൻ ശ്രീ റിവൽ സിംഗിനോട് ചോദിച്ചു, ഇന്ന് വരദരാജൻ സാറല്ലേ വരുന്നത്, ഞാൻ കൃത്യമായും എത്തും. കാരണം എനിക്ക് ഒരു കടപ്പാടുണ്ട്. കാരണം പിന്നെ സാറിൻ്റെ കൃത്യതയാർന്ന ആ പ്രവർത്തന രീതികൾ, ഞാൻ പണ്ട് കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകുമായിരുന്നു, യൂണിയൻ്റെ പ്രവർത്തന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടുണ്ട്, ഞാനറിയാതെ മൗനതലത്തിൽ തപസ്സിരുന്നൊരു വ്യക്തിയാണ് വരദരാജൻ സാറ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ആ നന്ദി പ്രത്യേകം സാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ നല്ല പ്രസംഗം കൊണ്ട് ധന്യമാക്കിയ സാറിനും അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു.